നമസ്കാരം, വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥിനിയുടെ ലൈംഗിക അതിക്രമം നടത്തിയ മദ്രസ അധ്യാപകൻ തുപ്രങ്കോട് സ്വദേശിയായ ചോലായി നദീറിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂർ CI MJ ജിജയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തിരുനാവായ സൗത്ത് ബല്ലാർ അറോട്ടിപ്പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിലാക്കണമെന്നാവശ്യപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ആളുകൾ സമരത്തിൽ പങ്കാളികളായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂരിൽ പ്രതിഷേധ പ്രകടനവും സായാഹ്നതരവും സംഘടിപ്പിച്ചു. മണ്ഡലം സെക്രട്ടറി മജീദ് മാടമ്പാട്ട് ധർണ ഉദ്ഘാടനം ചെയ്തു. രുചി വിഭവങ്ങൾ ഒരുക്കി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. തിരുനാവായ അല്ലൂർ AE സ്കൂളിൽ വിദ്യാർത്ഥികളാണ് മുഹമ്മദിന്റെ കലവറ എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. SDPIയുടെ ആഭിമുഖ്യത്തിൽ തിരൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. SDPI സംസ്ഥാന വ്യാപകമായി ജില്ലാ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സംഗമം SDPI സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭയിൽ നവീകരിച്ച EMS കമ്മ്യൂണിറ്റി പാർക്ക് നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ FP നസീമയുടെ അധ്യക്ഷതയിൽ അബ്ദുൾ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ 74ാം റിപ്പബ്ലിക് ദിനം സ്കൂളുകളിൽ സമുചിതമായി ആഘോഷിച്ചു. ആലത്തിയൂർ KHMH ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെഡ്മാസ്റ്റർ PK അബ്ദുൾ ജബ്ബാറും കല്ലിങ്ങൽപ്പറമ്പ് MM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെഡ്മാസ്റ്റർ N അബ്ദുൾ വഹാബും പതാക ഉയർത്തി. 3 വർഷത്തിലധികമായി സ്വരുക്കൂട്ടിയ 4 സമ്പാദ്യ കുടുക്കുകളിലെയും പണം പാലിയേറ്റീവ് പ്രവർത്തനത്തിനായി നൽകി മാതൃകയായിരിക്കുകയാണ് കൂട്ടായി SHM UP സ്കൂളിലെ 2ാം ക്ലാസ്സുകാരി ഷെൽജ ഫാത്തിമ. രാജ്യം 74ാം റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. തിരൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവും തിരൂർ നഗരസഭാ കാര്യാലയത്തിൽ ചെയർപേഴ്സൺ FP നസീമയും പതാക ഉയർത്തി. നിള ഹോളിഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന MES കമ്മ്യൂണിറ്റി പാർക്ക് നാടിന് സമർപ്പിച്ചു. 5 വർഷത്തോളം അടഞ്ഞുകിടന്ന EMS ചിൽഡ്രൻസ് പാർക്കാണ് ആധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച് കമ്മ്യൂണിറ്റി പാർക്കായി തുറന്നുകൊടുത്തത്. സൈനുദ്ദീൻ കൈനിക്കര രചന നിർവഹിച്ച ചെക്ക് എന്ന നോവൽ അടിസ്ഥാനമാക്കി ആധുനിക സാങ്കേതികവിദ്യയും വിവര സാങ്കേതികവിദ്യയും കൈകോർക്കുന്ന രചനാ വൈഭവം എന്ന പേരിൽ തിരൂർ തുഞ്ചൻ സ്മാരക ഹാളിൽ നടന്ന സിമ്പോസിയം ചലച്ചിത്ര സംവിധായകൻ സമദ് മങ്കട ഉദ്ഘാടനം ചെയ്തു. തിരൂർ MES സെൻട്രൽ സ്കൂളിൽ 74ാം റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോട് ആഘോഷിച്ചു. ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ VP മധുസൂദനൻ പതാക ഉയർത്തി. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ PN നസീർ മുഖ്യാതിഥിയായി. തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നഗരസഭ നിർമ്മിച്ച ടേക്ക് ആൻഡ് ബ്രേക്ക് വിശ്രമത്തിൽ ഇപ്പോൾ വിശ്രമത്തിലാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആഘോഷമാക്കി ഉദ്ഘാടനം നടന്നെങ്കിലും പിന്നീട് ടേക്ക് എ ബ്രേക്ക് നീണ്ട ബ്രേക്ക് എടുക്കുകയായിരുന്നു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തിരൂർ ഉപജില്ലാ സമ്മേളനം സംസ്ഥാന നിർവാഹക സമിതി അംഗം CV സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് P സജയ് അധ്യക്ഷത വഹിച്ചു. ചെറിയമുണ്ട പഞ്ചായത്ത് 91ാം നമ്പർ അങ്കണവാടിയെക്കുറിച്ച് ഉയർന്ന ആരോപണം പ്രതിഷേധവുമായി അങ്കണവാടി ജീവനക്കാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലെത്തി. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ. ഇതോടെ വെട്ടൻ ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.